ബോട്ടിനെ പിടിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം അതിൻ്റെ ചെകളെ പൊട്ടിച്ച് കളയണം, ഇല്ലെങ്കിൽ പൂതി തീരും. ഒരു ചെറിയ ആരൽ, വലിയ ആരലിനെ പിടിക്കുന്ന വീഡിയോ നമ്മൾ പിന്നീട് ഇടുന്നതാണ്. ഇപ്പോൾ ചെറിയ ആരൽ അതിനൊന്നും ഇങ്ങോട്ട് കാണിച്ചാണ്ട് ആരലിനൊന്ന് കാണിച്ചാൽ അതെ, ആരലിനെ ഇപ്പോൾ കാണിച്ചാൽ എല്ലാ മീനും കൂടെ പോകുന്നുള്ളതുകൊണ്ട് പിന്നീട് കാണിക്കുന്നു. ഇതാണ് പരല് എന്ന് പറയുന്ന സാധനം. പെടക്കണ പരല് വലിയ എണ്ണയുണ്ടല്ലേ, ഒരു മെച്ചാണത്. വറുത്തടിക്കുക. നമ്മൾ പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. അടുത്തതായി ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു തൊണ്ണി. ആണ് തൊണ്ണി. തോട്ടിൽ മീൻ പിടിക്കുന്നവർക്ക് അറിയാൻ പറ്റും. രാവിലെ അല്ലേ? പക്ഷെ അതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞതാണ്, ഞണ്ട് വെട്ടി പോകാൻ മതി. അതാണ് നമ്മൾ പറഞ്ഞത്. കണ്ട പരല് മീൻ. അടുത്ത തൊണ്ണി മീൻ. ഏതാ അടുത്ത പരല്? കണ്ടോളി മക്കളെ, ഇതാണ് തൊണ്ണി. ഇത് മഞ്ഞത്തൊണ്ണിയാ? തൊണ്ണി തന്നെ നമുക്ക് രണ്ട് കളറിലുണ്ട്, ഒന്ന് മഞ്ഞ ഒന്ന് കറുപ്പ്. ഫോട്ടോയാണ് നമ്മളെ മെയിൻ. അടുത്ത തൊണ്ണി ആണ് കിടക്കണ തൊണ്ണി. ഇങ്ങനത്തെ ഓരോ പണിയും കിട്ടും കേട്ടോ. ഞണ്ട് കടിക്കും മീന്. നമ്മൾ വല ഇട്ടച്ച് പോയാൽ നമുക്കുള്ളത് ഞണ്ട് തിന്നും. നേരത്തിന് എടുത്ത് നോക്കിയില്ലെങ്കിൽ ഇതേമാതിരി കിട്ടും. ഇപ്പം അതിൻ്റെ പകുതി മുക്കാലും തിന്നു പോയിന്. ഇവ കഴിഞ്ഞ് വെച്ചിട്ട് കാര്യമില്ല. വലിയതിന് തിന്നൂല പറഞ്ഞിട്ട് കിടക്കണായിട്ടാണ് തിന്നുള്ളൂ. ആ കടക്കണ പരല് കളിവാറ്. നമ്മുടെ കമ്പനിക്ക് ഒരു തുമ്പി വന്നുണ്ട്. ഏതാ അടുത്ത തുണി ഇട്ടാ? ഇതാണ് നമ്മൾ പറഞ്ഞ കറുത്ത തുണി. നേരത്തെ കണ്ട മഞ്ഞ തുണി. അടുത്ത പരല്. ഇല്ല, അത് പോയെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് പോകില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മളിങ്ങനെയൊക്കെ പറ്റിക്കും. അതന്നെയും പോയി.
സഞ്ചി കയറാൻ ഇനിയും മീൻ ബാക്കിയാണ്. ഇനി ഒരു 1000 എണ്ണത്തിന് അയക്കൂ ചേർക്കാൻ. നമ്മളതും പിടിച്ചോണ്ട് പോകും. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് പല റെഡിയാക്കിയിട്ടാണ് കേട്ടോ ഈ ഏരിയ കേട്ടോ ലാഭം. പിന്നെയും നമ്മൾ പറയുന്നു, കാണുന്നത്ര സുഖമുള്ള പരിപാടിയല്ല. ഉറക്കം ഒഴിവാക്കണം, വെള്ളത്തിലിറങ്ങണം.